സങ്കീർത്തനങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുലിഖിത വചനം പറയാണ്, ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. ഈ വചനത്തെ 2 ഭാഗമാക്കി തിരിക്കണം, എന്നിട്ട് വ്യാഖ്യാനിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അപ്പോൾ ആദ്യത്തെ വചനഭാഗം ഇങ്ങനെയാണ്, ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ. രണ്ടാമത്തെ വചനഭാഗം ഇങ്ങനെ പറയുന്നു, ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. ഈ ആദ്യത്തെ വചനഭാഗത്തെക്കാളും പ്രാധാന്യം കൂടുതൽ 2-ാമത്തെ വചനഭാഗത്തിനാണ്. ആ 2-ാമത്തെ വചനഭാഗം കൃത്യമായാൽ മാത്രമേ ആദ്യത്തേത് ഒരു അനുഗ്രഹമായിട്ട് മാറുള്ളൂ. കർത്താവെ ഞാൻ അങ്ങയിൽ ശരണം വെക്കുന്നു എന്ന് പറയുന്ന ആ ഭാഗം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് നടന്നിരിക്കണം. അങ്ങനെ ആയാൽ മാത്രമേ കർത്താവെ എന്നെ കാത്തുകൊള്ളണമേ എന്ന് പറയുന്ന ആ വചനഭാഗം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറുള്ളൂ. ഇനി ഞാൻ അങ്ങയിൽ ശരണം വെക്കുന്നു എന്ന് പറയുന്ന വചനഭാഗം ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി വേണം ഇതിനെ മനസ്സിലാക്കാനായിട്ട്. അതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഉദാഹരണം. അതിനപ്പുറത്തേക്ക് നല്ലൊരു ഉദാഹരണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക, ഒരു കുഞ്ഞ് ഇങ്ങനെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇങ്ങനെ കുഞ്ഞ് അവിടെ കളിച്ചുകൊണ്ട് നടക്കുമ്പോൾ തൊട്ടപ്പുറയിൽ നിന്ന് 2 നായ്ക്കൾ ഈ കുഞ്ഞിനെ ആക്രമിക്കാനായിട്ട് ഓടി വരികയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ കുറച്ച് അപ്പുറം മാറി നിൽപ്പുണ്ട്. ഈ നായ്ക്കൾ കുഞ്ഞിനെ ആക്രമിക്കാനായിട്ട് വരുമ്പോൾ ഈ കുഞ്ഞ് ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഈ കുഞ്ഞ് എവിടെയാണോ ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ നിൽക്കുന്നത് ആ ഡയറക്ഷനിലേക്ക് ഓടും. കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് ഈ കുഞ്ഞ് ഓടാനുള്ള കാരണം എന്നാണ്? ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ നിറച്ചു വച്ചിരിക്കുന്ന ഒരു വലിയ ചിന്തയുണ്ട്. ഈ ചിന്തയാണ് ഈ അനുഗ്രഹം എന്ന് പറയുന്നത്. ആ ചിന്ത എന്താ? എന്തെങ്കിലും ഒരു പ്രശ്നമോ ഒരു അപകടമോ എന്തെങ്കിലും ഒരു പേടിയോ വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനറിയാം ആ കുഞ്ഞ് ഓടേണ്ടത് അതിൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്കാണെന്ന്. ആ ചിന്ത കുഞ്ഞിൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് ആ നായ്ക്കൾ കുഞ്ഞിനെ ആക്രമിക്കാനായിട്ട് വരുമ്പോൾ കുഞ്ഞ് വേറെ ദിശയിലേക്ക് ഓടാതെ ഏത് ദിശയിലേക്ക് ഓടും? കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ എവിടെയാണോ നിൽക്കുന്നത് ആ ദിശയിലേക്ക് മാത്രമേ കുഞ്ഞ് ഓടുള്ളൂ. അങ്ങനെ ആ കുഞ്ഞ് മാതാപിതാക്കളുടെ അടുത്തേക്ക് ഓടിച്ചെന്നെത്തുമ്പോഴാണ് ആ കുഞ്ഞിന് വലിയൊരു സംരക്ഷണം അവിടെ ലഭിക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ ഈ നേച്ചറിൻ്റെ ഉള്ളിൽ, ഈ രക്തത്തിൻ്റെ ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈ ചിന്തയില്ലേ, ഈ ചിന്തയാണ് കർത്താവെ ഞാൻ അങ്ങയിൽ ശരണം വയ്ക്കുന്നു എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. അതായത് ശരണം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യ സമയത്ത് പെട്ടെന്ന് എടുത്തു ചാടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല. അത് നമ്മുടെ നേച്ചറിൻ്റെ ഉള്ളിൽ, അത് നമ്മുടെ ബ്ലഡിൻ്റെ ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു ആശ്രയബോധമാണ്. അതായത് നിത്യം നിലനിൽക്കുന്ന പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ദൈവാശ്രയബോധം. ഇതിനെയാണ് കർത്താവെ ഞാൻ അങ്ങയിൽ ശരണം വെക്കുന്നു എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. ഇങ്ങനെ നമ്മുടെ രക്തത്തിൻ്റെ ഉള്ളിൽ, നമ്മുടെ സ്വഭാവത്തിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു അഭിഷേക ചിന്ത നമ്മുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ കർത്താവെ എന്നെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവ സംരക്ഷണം ലഭിക്കും. അല്ലാതെ ഒരു ദൈവചിന്തയും ഒരു പ്രാർത്ഥനയും ഒരു ആത്മീയതയും ഒന്നുമില്ലാത്ത ഒരു വ്യക്തി ഇടയ്ക്കിടയ്ക്ക് കർത്താവ് എന്നെ കാത്തുകൊള്ളണമെന്ന് പറഞ്ഞാലൊന്നും ദൈവ സംരക്ഷണം കിട്ടത്തില്ല. കർത്താവിൻ്റെ സംരക്ഷണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്നതിന് മുൻപേ തന്നെ ചിന്തയിൽ, മനസ്സിൽ, ആത്മാവിൽ ശരണം വെക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. കർത്താവിൽ ശരണം വെച്ച് ജീവിക്കണം. എന്തിനും ഏതിനും എവിടെയും കർത്താവിലാണ് ആശ്രയിക്കേണ്ടതെന്നുള്ള ഒരു ശരണ മനോഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് ഏത് അപകടത്തിലും ഏത് പ്രതിസന്ധിയിലും കർത്താവിൽ നിന്ന് വലിയൊരു സംരക്ഷണം കിട്ടിയിരിക്കും. വെറുതെ കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല. വെറുതെ കർത്താവ് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊള്ളാം, അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെൻറ്റിൽ അങ്ങനെ പോകുന്നു, അതിൽ ജീവിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരണ മനോഭാവം, ആശ്രയ മനോഭാവം ജീവിതത്തിൽ ഉടനീളം ഉണ്ടായാൽ ദൈവ സംരക്ഷണം അനുദിന ജീവിതത്തിൽ അനുഭവിച്ച് ജീവിക്കാനായിട്ട് പറ്റും. നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ സംരക്ഷണത്തിന് വേണ്ടി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, എൻ്റെ ഹൃദയത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ തലങ്ങളിലേക്ക് ഒരു ശരണ മനോഭാവ ചിന്ത നിറയ്ക്കണമേ. ദൈവമല്ലാതെ വേറൊരിടം എനിക്ക് ആശ്രയിക്കാനില്ല. ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അസ്വസ്ഥതകൾ, എൻ്റെ രോഗങ്ങൾ, എൻ്റെ പീഡകൾ, എൻ്റെ ആകുലതകൾ, എൻ്റെ ഉത്കണ്ഠകൾ, അവയെല്ലാം എൻ്റെ ഈശോയിലേക്ക് ഞാൻ പരിപൂർണമായിട്ട് സമർപ്പിക്കുന്നു. കർത്താവെ, ഇതിൽ നിന്ന് എനിക്കൊരു വിടുതൽ നൽകണമേ, ഇതിൽ നിന്ന് എനിക്കൊരു സംരക്ഷണം നൽകണമേ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഈശോയുടെ നമുക്കൊരു വലിയൊരു ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം.